Hello friends, PENSCURE CLIENTELE മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് റീയൂസ്ഡ് വീഡിയോസ് എങ്ങനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നോർമലി നമ്മുടെ ചാനൽ തുടങ്ങിയാൽ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നല്ലത്. ഇനി റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ നമുക്ക് കണ്ടന്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് റീയൂസ്ഡ് വീഡിയോസ് നമുക്ക് ഇടാം. അപ്പോൾ റീയൂസ്ഡ് വീഡിയോസ് ഇടുമ്പോഴത്തേനും നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ക്രിയേറ്റീവ് കോമൺസ് എന്നാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്. പക്ഷേ ക്രിയേറ്റീവ് കോമൺസ് എന്ന് എടുത്താൽ തന്നെ ക്രിയേറ്റീവ് കോമൺസിൽ നിന്ന് നമുക്ക് വീഡിയോ എടുത്താൽ തന്നെ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ടെക്നിക്സും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. നമ്മളൊരു വീഡിയോ ഓൾറെഡി ഇപ്പം അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നു. ഇതൊരു ഗിത്താർ മ്യൂസിക് വീഡിയോ ആണ്. അത് ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ ആണ്. അത് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ക്രിയേറ്റീവ് കോമൺസ് ചെയ്യുന്ന റീയൂസ്ഡ് വീഡിയോസ് ആയിട്ട് എടുത്തു. അപ്പോൾ പക്ഷെ ഇതിന് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ യൂട്യൂബ് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആയിട്ട് വേണമെങ്കിൽ തരാം. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തു. തംബ്നെയിൽ നല്ലൊരു തംബ്നെയിൽ കൊടുക്കാം. എങ്ങനെ തംബ്നെയിൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് അതിന് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് തംബ്നെയിൽ കൊടുക്കാം. ഇപ്പം ബിഫംഗി എന്നൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഓൺലൈൻ വീഡിയോ മേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഫോട്ടോ മേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതുവഴിയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതി നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏജ് റെസ്ട്രിക്ഷൻസിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. നല്ലൊരു ടാഗുകൾ കൊടുക്കാം. ടാഗിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഞാൻ ടാഗ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടാഗുകൾ അല്ലെങ്കിൽ കീവേഡ് അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കൂടുതൽ ആളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ കീവേഡ്സ് അല്ലെങ്കിൽ ടാഗുകൾ കൊടുക്കുന്നത്. ASU ചെയ്യുന്ന പോലെയൊക്കെയാണ് ഒരു യൂട്യൂബിൽ നമ്മൾ ശരിക്കും ടാഗുകൾ കൊടുക്കുന്നത്. അപ്പോൾ ടാഗുകൾ കൊടുക്കാൻ ഫോണിൽ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ് ടാഗ് എന്നാണ്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഇടാം. ടാഗ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത, ഉദാഹരണത്തിന് ഈ വീഡിയോ ഗിത്താർ മ്യൂസിക്കാണ്. അപ്പോൾ ഗിത്താർ മ്യൂസിക്കിന്റെ ലിങ്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഗിത്താർ മ്യൂസിക്കിന്റെ ലിങ്ക് കോപ്പി ആപ്ലിക്കേഷനകത്ത് ചെയ്യുകയാണെങ്കിൽ ടാഗുകൾ ഓട്ടോമാറ്റിക്കലി കിട്ടും. നമുക്ക് ആ ടാഗുകൾ എടുത്ത് നമുക്ക് ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ടാഗ്സിന്റെ അകത്ത് ചെയ്യാവുന്നതാണ്. ഞാൻ 2 ടാഗുകൾ കൊടുത്തു. ഈ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ലാംഗ്വേജ് മതി, അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇത് റീയൂസ്ഡ് വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിപ്പം പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻഡ് സ്ക്രീന്. അത് നമ്മുടെ സിമ്പിള്, അതായത് ചാനലിന്റെ സിമ്പിള്, ലോഗോ ഒക്കെ നമുക്ക് വരുത്താം എൻഡ് സ്ക്രീൻ ഉപയോഗിച്ച്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പേജ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാം, പെർഫെക്റ്റ് വ്യൂ അത് യൂട്യൂബിന്റെ ഇതിൽ ബെസ്റ്റ് വ്യൂ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് കൊടുക്കാം.
ആഡ് കാർഡ്സിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞത് നമുക്കൊരു വീഡിയോസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. നമ്മളത് പബ്ലിഷ് ചെയ്തു. നമ്മളിപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം നമ്മളിത് വീഡിയോസിനകത്ത് പോയിട്ട് ഇത് എഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാം. ഇപ്പൊ നിലവിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസിനകത്ത് കാണിക്കും. എന്നിട്ട് യൂട്യൂബിന്റെ ഭാഗത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷനകത്ത് കാണിക്കും. ഇപ്പൊ നിലവിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ സെലക്ട് ചെയ്തു നമ്മൾ ക്ലിക്ക് ചെയ്തു, സ്റ്റാർട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതൊരു മ്യൂസിക്കലാണെങ്കിലും പ്രത്യേകിച്ച് മ്യൂസിക്കലിന്റെ കാര്യത്തിൽ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഇവിടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് വീഡിയോ കുറച്ച് ചേഞ്ചസ് മാറ്റാം. ആ വീഡിയോയിൽ കുറച്ച് ചേഞ്ചസ് ആക്കാം. അപ്പൊ അങ്ങനെ ആക്കി നമുക്ക് റീയൂസ് അങ്ങനെയാക്കി നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമുക്ക് റിക്കവർ ചെയ്യാം. ഇൻ കേസ് വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ ഒരു മ്യൂസിക് ആ ഗിത്താറിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യണം. സേവ് ചേഞ്ചസ് കൊടുത്തു. അപ്പോൾ ആ വീഡിയോ താൽക്കാലികമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസിനെ നമുക്ക് ഓവർകം ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ and press bell button for support this channel.